പലപ്പോഴും ഈ വീട്ടിലെ മൂത്ത കുട്ടിയെപ്പറ്റി പരാതിയുള്ള ഒത്തിരി മാതാപിതാക്കളുണ്ട്. ചില കേസുകളിൽ അത് രണ്ടാമത്തെ കുട്ടിയായിരിക്കാം. കുട്ടികൾ തമ്മിലുള്ള റൈവൽറി, കുട്ടി ഭയങ്കര അലസനാണ്, കുട്ടിക്ക് ഒന്നിനും താല്പര്യമില്ല, എപ്പോഴും ബഹളം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും ഞാനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലും കാരണം കുട്ടിയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് കാണുക. ഇത് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ മറ്റു പേരൻസിനും കൂടി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഈ നല്ല ചർച്ചകൾക്കൊക്കെ നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. മൂത്ത കുട്ടികളെ പറ്റി പരാതിയുള്ള ഒരുപാട് യങ് പേരൻസ് ഉണ്ട്. പ്രത്യേകിച്ച് രണ്ട് പിള്ളേരൊക്കെ ഉള്ള വീടുകളിൽ, ഒറ്റ കുട്ടി മാത്രമുള്ള വീടുകളിലൊക്കെ പ്രത്യേകിച്ച് ഈ ആദ്യത്തെ കുട്ടിയെപ്പറ്റി വലിയ പരാതികൾ പല വീടുകളിലും ഉണ്ട്. പൊതുവെ അലസനാണ്, എപ്പോഴും വഴക്കുണ്ടാക്കുന്നു, ഇളയ കുട്ടിയെ എപ്പോഴും ശല്യപ്പെടുത്തുന്നു, എപ്പോഴും എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു തരത്തിലും വീട്ടിൽ സ്വൈര്യതയില്ല. ഇന്നൊരു പേരൻ്റ് എന്നോട് പറഞ്ഞത് അവനൊരാൾ കാരണമാണ് ഞാനും ഭാര്യയും തമ്മിലുള്ള വഴക്കിൻ്റെ എല്ലാം കാരണം, വീട്ടിലെ അലോഹ്യത്തിൻ്റെ മുഴുവൻ കാരണം ഇവനാണ്. ഇങ്ങനെ മൂത്ത കുട്ടിയെ ഭയങ്കരമായി ആക്ഷേപിക്കുകയും ഭയങ്കരമായി തളർത്തുകയും ചെയ്യുന്ന ഒരുപാട് വീടുകളുണ്ട്. നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മൂത്ത കുട്ടി എന്ന് പറയുന്നത് തന്നെ അപ്പനും അമ്മയും കൂടെ മക്കളെ വളർത്താൻ അറിയാൻ വയ്യാത്ത സമയത്ത് നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഈ മൂത്ത കുട്ടി ഇന്നായിരിക്കുന്ന സാഹചര്യത്തിന് പൂർണ്ണമായ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. പിന്നെ നമ്മുടെ ജെനറ്റിക്സും നമ്മൾ കൊടുത്ത എൻവയോൺമെൻറ്റിലും ഒക്കെയാണ് ഈ കുട്ടി വളർന്നു വന്നത്. അതുകൊണ്ട് കുട്ടിയെ നമ്മൾ അങ്ങ് മോശക്കാരനായി കാണുമ്പോൾ നമ്മളും കൂടെ സ്വയം മോശക്കാരായി മാറുകയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഈ മൂത്ത കുട്ടികളെ മെച്ചപ്പെടുത്തി എടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ഇപ്പോൾ ഇളയ കുട്ടിയും മൂത്ത കുട്ടിയും തമ്മിൽ വഴക്കാണ്, അവർ തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്, അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും ഈ മൂത്ത കുട്ടി എപ്പോഴും അറ്റൻഷൻ സീക്കിങ് ബിഹേവിയറാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ചൊരു മൂത്ത കുട്ടി ഒരു ഏർലി ടീനിലേക്കൊക്കെ വരുമ്പോൾ തന്നെ വി ഹാവ് ടു സ്പെൻഡ് മോർ ക്വാളിറ്റി ടൈം വിത്ത് ദ ചൈൽഡ്. ഇപ്പോൾ ഈ കുട്ടിയുമായിട്ട് കൂടുതൽ നിലവാരമുള്ള സമയം നമ്മൾ ചിലവഴിക്കുകയും ആ കുട്ടിയായിട്ട് കൂടുതൽ സംസാരിക്കുകയും പ്രത്യേകിച്ച് ഒന്ന് മാറ്റിപ്പിടിക്കുക. എപ്പോഴും അമ്മയായിരിക്കും കുട്ടികളെ നിയന്ത്രിക്കുന്നത്. അപ്പന് ഒരു ശകല സമയമൊക്കെ അവരോട് ചിലവഴിക്കുക, അവരുമായിട്ടൊന്ന് വെളിയിൽ പോവുകയും അവരെ ഏതെങ്കിലും ഒരു കാര്യത്തിന് മിടുക്കനാക്കിയെടുക്കുക. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഈ കുട്ടികളെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിലെ വലിയ മർമ്മമായ ഒരു കാര്യം കുട്ടിക്കൊരു പോസിറ്റീവ് സെൽഫ് ഇമേജ് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലേക്കൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരൊക്കെ വരുമ്പോൾ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഇവനെപ്പോഴും വഴക്കാണ്, അനിയനെ എപ്പോഴും വഴക്കാണ്, അല്ലെ അനിയത്തിയുമായിട്ട് എപ്പോഴും വഴക്കാണ്, അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതിന് പകരം ഇവരെക്കുറിച്ചൊരു നല്ല കാര്യം, ഒരു പോസിറ്റീവ് കാര്യം പറയാനായിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മളവരെ പുറത്തൊക്കെ കൊണ്ടുപോവുക, ഏതെങ്കിലും കളിയിലോ ഏതെങ്കിലും കലയിലോ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിലോ ഒക്കെ അവരെ മിടുക്കരാക്കി എടുക്കുക. ഇപ്പോൾ കുക്കിങ്ങിൽ താല്പര്യമുള്ള ഒരു കുട്ടിയാണ്, അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. അവരേതെങ്കിലും ഒരു കാര്യത്തിന് കൊള്ളാവുന്ന ഒരാളാണെന്ന് നമുക്ക് പറയാനുള്ള നിരന്തരമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ കുട്ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ആ വാല്യൂ കൂടുന്നതിനനുസരിച്ച് കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസ് കൂടുന്നു, കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റി കുട്ടി തിരിച്ചറിയുന്നു. ഒരു പേഴ്സണാലിറ്റി ക്രൈസിസിലാണ് ഇത്തരം കുട്ടികളൊക്കെ നിൽക്കുന്നത്. അവർ കൊള്ളാവോ, അവർക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും റെസ്പെക്റ്റ് ഉണ്ടോ എന്നൊന്നും അവർക്കറിയില്ല. നമ്മളുടെ ജോലിയാണത് അവർക്ക് ചാർത്തി കൊടുക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മളവരെ ഒരു വിക്ടിമൈസ് ചെയ്ത് അവരെ പലപ്പോഴും മുദ്ര കുത്തി അവരെ മോശക്കാരാണ്, കൊള്ളാത്തവരാണ് എന്ന് വരുത്തിക്കഴിഞ്ഞാൽ അത്തരം കുട്ടികൾ എന്നും ഒരു പ്രോബ്ലം ചൈൽഡായിട്ട് വളർന്നു വരികയും അവസരം കിട്ടിയാൽ അത്തരം കുട്ടികൾ വഴിതെറ്റുകയും പുറത്തു പോവുകയും മറ്റാൾക്കാരുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് വളരെ ക്രിമിനലായിട്ടുള്ള ആക്ടിവിറ്റിയിലും ഒക്കെ പോയി വീഴാനുള്ള സാഹചര്യങ്ങളുണ്ട്. വീട്ടിൽ കിട്ടാത്ത അംഗീകാരവും സ്നേഹവും വിലയും ഒക്കെ അന്വേഷിച്ചാണ് പല കുട്ടികളും പുറത്തു പോകുന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ കുട്ടികൾ അവരൊരു ഐഡൻറ്റിറ്റി ക്രൈസിസിൽ നിൽക്കുമ്പോൾ അവരോട് ഏതെങ്കിലും ഒരു പേരൻറ്റ് കൂടുതൽ അടുക്കുകയും അവരെ കൂടുതൽ മനസ്സിലാക്കുകയും അവർക്ക് എന്തെങ്കിലും ടാലൻറ്റോ കഴിവോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പം ആ കുട്ടിക്കുള്ള കഴിവിനെ പുറത്ത് നല്ലൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഒരു മികച്ച ഒരു നല്ല കളിക്കാരനാക്കി നോക്കിക്കുക, നല്ലൊരു ഓട്ടക്കാരനാക്കി നോക്കിക്കുക, നല്ലൊരു പാട്ടുകാരനാക്കി നോക്കിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല ചെസ് പ്ലെയറാക്കി നോക്കിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആ കുട്ടിയെ ഒരു വിലയുള്ള ആളാക്കി കഴിഞ്ഞാൽ ആ കുട്ടി ആ വില തിരിച്ചറിയുകയും പിന്നെ അതൊരു ചീപ്പാകാൻ ഒരിക്കലും ശ്രമിക്കത്തില്ല. മോശപ്പെട്ട കാര്യങ്ങളിൽ പിടിക്കപ്പെടാൻ ആ കുട്ടി പിന്നെ ആഗ്രഹിക്കില്ല. ഇപ്പോൾ സ്കൂളിലായാലും വീട്ടിലായാലും എല്ലാം ഒരു വാല്യുബിൾ പേഴ്സണായി മാറാനുള്ള ഒരു ഡിഗ്നിറ്റി ആ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിഗ്നിറ്റി ആ കുട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങും.
ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ആക്ഷേപിച്ച് വഴക്കിട്ട് എപ്പോഴും അടി കൊടുത്ത്, ചിലർ പറയുന്ന അടി കൊടുത്താൽ ശരിയാവും. അടി കൊടുത്താൽ ഇത്തരം കുട്ടികൾ ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല. അവർ കൂടുതൽ ആത്മവിശ്വാസം ഇല്ലാത്തവരായി, കൂടുതൽ അഭിമാനമില്ലാത്തവരായി, അവർ തീരെ കുറഞ്ഞ മനുഷ്യരായി തീരും. പിന്നെ അവർ ചെന്ന് ചേരുന്നതെല്ലാം കുറഞ്ഞ സാധനങ്ങളായിരിക്കും അവർ അഫിലിയേറ്റഡ് ആകുന്നത്. നേരെ മറിച്ച് അവരെ വാല്യൂ ഉള്ളവരാക്കി തീർത്താൽ അവർ സമൂഹത്തിൽ ചെന്ന് വാല്യൂ ഉള്ള കാര്യങ്ങളുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ മക്കളെപ്പറ്റി നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ എത്ര രൂപ സമ്പാദിച്ചാലും, എത്ര തിരക്ക് പിടിച്ചോടിയാലും, കുഞ്ഞുങ്ങളുടെ ഇത്തരം ക്രൈസിസ് ടൈമിൽ അവർക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും, അവർക്ക് വേണ്ടി ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഒരാൾ ചോദിച്ചു, 24 മണിക്കൂറും ഫോണും കണ്ടിരിക്കുന്ന, 24 മണിക്കൂറും റീലും കണ്ടിരിക്കുന്ന ഒരാളിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? അതോ നിങ്ങളുടെ ഭാര്യയെ രക്ഷപ്പെടുത്തണം, ഭർത്താവ് രക്ഷപ്പെടുത്തണം എന്നും പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരാണോ? നമ്മൾ ബ്ലെയിം ചെയ്യാൻ എളുപ്പമാണ്. വീക്ക് പീപ്പിൾ ബ്ലെയിം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്. വീക്ക് പീപ്പിളാണ് ബ്ലെയിം ചെയ്യുന്നത്. സ്ട്രോങ് പീപ്പിൾ ടേക്ക് ചാർജ് ഓഫ് ദ സിറ്റുവേഷൻ. നമ്മളൊരു ലീഡറാണെങ്കിൽ എൻ്റെ മകൻ്റെ ഈ സാഹചര്യത്തെ ഞാൻ റീഫോം ചെയ്യാൻ പോവാം, ഞാൻ അവനെ രക്ഷപ്പെടുത്താൻ പോവാം, എനിക്ക് അവനെ രക്ഷപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്നുള്ള വാശി നിങ്ങൾക്കുണ്ടോ? അത്തരത്തിലുള്ളൊരു ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞ് രൂപാന്തരപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് തരാം. അതിനുവേണ്ടി ഒരു കൗൺസിലറെ കാണണം. ഇതൊരു കൗൺസിലറിൻ്റെ അടുത്ത് പോകത്തില്ല. കൗൺസിലറിൻ്റെ അടുത്ത് പോകാത്ത അപ്പന്മാർ ഒരുപാട് പേരുണ്ട്. എന്താണ്? അവരുടെ ഉള്ളിൽ തന്നെ അവർക്കൊരു രോഗം ഫീൽ ചെയ്യുന്നുണ്ട്. ഈ മോനെയും കൊണ്ട് പോയാൽ എൻ്റെ രോഗവും പുറത്തു വരുമെന്നാണ് അവർ പേടിക്കുന്ന പലരും. ചില അമ്മമാർ ഒന്നിനും തയ്യാറല്ല. എന്താ കാര്യം? അവരുടെ ഉള്ളിൽ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡറും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പുറത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മക്കളെ കൊണ്ടുപോകാൻ, അങ്ങനെയല്ല, നല്ലൊരു സൈക്കോളജിസ്റ്റിനെയോ കൗൺസിലറിൻ്റെയോ ഒക്കെ ഹെൽപ്പ് എടുക്കാം. എങ്ങനെയാണ് അവനെ ഒന്ന് ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്നൊന്ന് പുറത്തു കൊണ്ടുവരുന്നത്? നമ്മളവനെ ഫീൽഡിലുള്ള കളികളിലേക്ക് കൊണ്ടുപോകുന്നു, കൂടുതൽ സൗഹൃദങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, കൂടുതൽ യാത്രകളിലേക്ക് കൊണ്ടുപോകുന്നു, കൂടുതൽ മനുഷ്യരുമായിട്ടൊക്കെ അവനെ ഇടപെടുത്തുന്നു, കൂടുതൽ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഇടപെടുത്തുന്നു, അവൻ്റെ ലോകത്തിനൊരു വിശാലത വരുത്തുന്നു, അതിനകത്ത് കൂടുതൽ വർണ്ണങ്ങളും കൂടുതൽ സന്തോഷങ്ങളും ഒക്കെ നിറയ്ക്കുന്നു. കുട്ടി അവിടെ നിന്നൊക്കെ ഇറങ്ങി വലിയൊരു ലോകത്തിലേക്ക് പോകും. വലിയ ഒരു ഉയർച്ച ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ ഇതിനൊക്കെ ഇച്ഛാശക്തിയുള്ള മാതാപിതാക്കൾ വേണം, സത്യസന്ധത വേണം, സിൻസിയറിറ്റി വേണം. ഇനി എനിക്കെന്തെങ്കിലും കുറവ് വരുമോ, എൻ്റെ ഈഗോ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഞാൻ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാതിരുന്നാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈഗോ ഒക്കെ അങ്ങോട്ട് എടുത്ത് കളയണം. ചിലപ്പോൾ നമ്മളൊരു മണ്ടനാകേണ്ടി വരും കുഞ്ഞുങ്ങളെയൊക്കെ മിടുക്കരാക്കാൻ വേണ്ടി. നമ്മളൊരു മണ്ടനും മണ്ടിയൊക്കെ ആകേണ്ടി വരും. പക്ഷെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ റീഫോം ചെയ്യാൻ കഴിയും. 10-26 വർഷം ഈ രംഗത്ത് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ഒരു കുട്ടി പോലും മോശപ്പെട്ട ഒരു കുട്ടിയാവാനായിട്ട് ജനിച്ചിട്ടുമില്ല, അതിനായിട്ട് തക്കം പാർത്തിരിക്കുന്നുമില്ല. പക്ഷെ നമുക്കവരിൽ ശക്തമായി ഇടപെടാൻ കഴിയാത്തതും, സമയത്ത് ഇടപെടാൻ കഴിയാത്തതും, അല്ലെങ്കിൽ അവരെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് ഐഡിയാസ് ഇല്ലാത്തതും, നമ്മളിലെ ഒരു ക്രിയാത്മകത ഇല്ലാത്തതും ഒക്കെയാണ് പലപ്പോഴും ഈഗോയും കോംപ്ലക്സും ഒക്കെ നിറഞ്ഞിരിക്കുന്ന പേരൻസിന് എങ്ങനെയാണ് മക്കളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുന്നത്? പലപ്പോഴും ഈ പേഴ്സണാലിറ്റിയിലുള്ള മാതാപിതാക്കളുടെ പേഴ്സണാലിറ്റിയിലുള്ള വൾനറബിലിറ്റീസൊക്കെ തന്നെയാണ് കുട്ടികളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം. അപ്പോൾ എൻ്റെ തലമുറയിലുള്ളത് അടുത്ത തലമുറയിൽ വരരുതെന്നെങ്കിലും നമ്മൾ ആഗ്രഹിച്ചാൽ ആ കുട്ടികളിലൊക്കെ വലിയ രൂപാന്തരം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെയുള്ളൊരു ഇച്ഛാശക്തിയുള്ള മാതാപിതാക്കളായി നമുക്ക് മാറാം. കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ മോശമായി കഴിഞ്ഞാൽ അത് സമൂഹത്തിന് വലിയ ദ്രോഹമാണ്, കുടുംബത്തിന് ദ്രോഹമാണ്, സാധ്യതകളെല്ലാം നശിപ്പിച്ച് കളയും. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊരു ഏർലി ടീനിലാണ് ബെസ്റ്റ് ടൈം ടു ഒരു റീഫോർമേഷൻ ഓഫ് എ ചൈൽഡ്. അതിനുള്ള ഏറ്റവും നല്ല സമയം അതാണ്. ആ സമയത്ത് നമ്മൾ ഇടപെട്ടാൽ അതൊരു ബ്യൂട്ടിഫുൾ ടൈമാണ്. നല്ല റിസൾട്ട് അതിൽ ഉണ്ടാക്കാൻ കഴിയും. ഹാപ്പി പാരൻറ്റിങ്. താങ്ക് യു.